ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ DIY എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റമിൻ സി സീറമാണ് കേട്ടോ. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. വെരി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ബട്ട് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 അതുപോലെ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെക്കുക. ഒത്തിരി ഉണ്ടാക്കി വെച്ചാലും അത് കേടുവന്നു പോകും. കാരണം നമ്മൾ പ്രിസർവേറ്റീവ്സും ഒന്നും യൂസ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പോയി കണ്ടിട്ട് പെട്ടെന്ന് വരൂ. നമുക്ക് ഈ ക്രീം ഉണ്ടാക്കാൻ വേണ്ടുന്നത് 3 ഐറ്റംസ് ആണ്. അപ്പോൾ ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റമിൻ സി ടാബ്ലറ്റ് ആണ്. ഇതിപ്പോൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും, നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. സോ അത് 2 ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഡെയിലി വൈറ്റമിൻ സി കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. നമ്മൾ ഓറഞ്ചൊന്നും അത് സപ്ലിമെൻറ്റ് പോലെ കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഫ്രൂട്ട്സൊക്കെ എത്ര കഴിച്ചാലും നമ്മുടെ ബോഡിക്ക് അത് തികയില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഇതുപോലത്തെ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് കംപ്ലീറ്റ് ആയിരിക്കും വൈറ്റമിൻ സി എന്ന് പറയുന്നത്. സോ അത് ഞാനൊരു 2 എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്ന മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നതാണ്. പിന്നെ വേണ്ടുന്നത് നമ്മുടെ ആൽമണ്ട് ഓയിൽ. അറിയാമല്ലോ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാനും പറയണ്ട, എല്ലാവരും ഒത്തിരി യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അത്രയും നല്ലതാണ്. ഞാനും പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഓയിലാണ് നമ്മുടെ ബദാം ഓയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാണ് എൻ്റെ ബദാം ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടുന്നത് നമ്മുടെ പതാഞ്ജലിയുടെ അലോവേര ജെല്ലാണ്. എൻ്റെ സ്കിന്നിന് എന്തോ ഇതാണ് സൂട്ടാവുന്നത് തോന്നുന്നു. അത് കാരണമാണ് ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ പാക്കാണ്. നിങ്ങൾക്ക് നാച്ചുറലാണ് നിങ്ങളുടെ ഫേസിന് ചേരുന്നത് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ വേറെ വല്ല അലോവേര ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ വിഷ് പോലെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്നൊരു ക്രീം ഉണ്ടാക്കുന്നത്. ഓക്കെ, സപ്പോസ് നിങ്ങൾക്ക് ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ, ബദാം ഓയിൽ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളില്ലേ ഗ്രീൻ കളറിലുള്ളത്, അത് യൂസ് ചെയ്യാം കേട്ടോ. എനിക്കെന്തോ അത് ഭയങ്കര തിക്കുള്ള കാരണം കൊണ്ട് എന്തോ പിമ്പിൾ വരുന്ന പോലെ ഒരു ഫീലാണ് എനിക്കത് തോന്നിയിരിക്കുന്നത്. എൻ്റെ സ്കിന്നിന് എന്തോ അത് ചേരാത്ത പോലെ. ഇതോ അതും നിങ്ങൾ ഏത് വേണമെങ്കിൽ നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് ചേരുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ എന്തായാലും ഞാൻ പൊടിച്ചിട്ട് കൊണ്ടുവരാം. അതിപ്പോൾ ഞാൻ വൈറ്റമിൻ സി ടാബ്ലറ്റ് ഇല്ല, അത് 2 നന്നായിട്ട് ഫൈനായിട്ട് പേപ്പറിൽ മടക്കി വെച്ച് പൗഡർ ചെയ്തിട്ട് നമ്മൾ കാപ്പിയെല്ലാം അരിക്കില്ല, ആ അരിപ്പയിൽ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തതാണ്. സോ അത് എത്ര കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടുന്നത് നമ്മുടെ എണ്ണയാണ്, ബദാം ഓയിലാണ്. അപ്പോൾ നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിക്കാം. ഈ എണ്ണ ഇല്ലെങ്കിൽ, ബദാം ഓയിൽ ഇല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ 1 സ്പൂൺ അലോവേര ജെല്ല്. അപ്പോൾ ഇത് കലക്കുന്ന സമയത്ത് കുറച്ച് ലിക്വിഡ് പോലെയോ ആ ടാബ്ലറ്റൊക്കെ ഒന്ന് അലിയും. അപ്പോൾ കുറച്ച് സീറം പോലെ കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക. പിന്നെ വേണ്ടത് 1 സ്പൂൺ അലോവേര ജെല്ലാണ്. ഇന്ന് 2ഉം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഒത്തിരി ഉണ്ടാക്കി വെക്കേണ്ടത്, ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വെക്കുക. നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കേടുവരാൻ ചാൻസ് ഉണ്ട്. ഫ്രിഡ്ജിൻ്റെ അകത്ത് എടുത്ത് വെക്കുക. എന്നിട്ട് ഓരോ ആഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ 2 വീക്സിന് വേണ്ടിയിട്ട്. ഓക്കെ, 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്ന സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതിന് മുന്നേ നമ്മൾ എഴുന്നേറ്റതും ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുളിക്കുന്ന വരെ അത് മുഖത്തിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ നമ്മൾ വാഷ് ചെയ്യുക. എങ്ങനെയാണ് മുഖം കഴുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വാഷ് ചെയ്യുക. നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുക, അടിപൊളി റിസൾട്ടായിരിക്കും. വൈറ്റമിൻ സിയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് റിങ്കിൾസ് എല്ലാം കുറയ്ക്കും, പിന്നെ ഒരു സ്കിൻ ബ്രൈറ്റൻ ആക്കും, പിന്നെ ഈവൺ സ്കിൻ ടോൺ ആക്കും. ചിലവിടെ പിങ്ക് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ പിഗ്മെൻറ്റേഷൻ അതുപോലെയൊക്കെ ഉണ്ട്, അതൊക്കെ ഈവൺ ആക്കും. പിന്നെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റും. അങ്ങനെ ഒത്തിരി നല്ല പ്രോപ്പർട്ടീസ് ഉണ്ട് വൈറ്റമിൻ സിന്. ഒരു ഓറഞ്ച് ഡെയിലി കഴിക്കുന്നത് പോലും ഒത്തിരി നല്ലതാണ്. നമ്മുടെ ഏജ് ഒത്തിരി കുറയ്ക്കാൻ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ആൽമണ്ട് ഓയിലിൻ്റെ പ്രോപ്പർട്ടീസ്. അതായത് ഡ്രൈയും ഇറിറ്റേറ്റഡ് ആയിട്ട് സ്കിന്നൊക്കെ മാറ്റി കിട്ടും, നല്ലൊരു നറിഷ്മെൻറ്റ് തരും സ്കിന്നിന്, റിങ്കിൾസ് മാറ്റും, ഡാർക്ക് സർക്കിൾസ് മാറ്റും, ഒരു അടുത്തൊരു കോംപ്ലക്ഷൻ തരും, നെക്സ്റ്റ് കോംപ്ലക്ഷൻ തരും നമ്മുടെ സ്കിന്നിന് ഡെയിലി ആൽമണ്ട് ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത്. വൈറ്റമിൻ സിയും അതേപോലെ തന്നെ. അപ്പോൾ ഈ മൊത്തത്തിൽ ഇത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആക്കാൻ പറ്റിയ ഒരു സീറമാണിത്. ഓക്കെ,
അപ്പോൾ ഇത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെക്കണം. ഞാൻ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ താഴത്തുനിന്ന് മേലോട്ട്, ഇങ്ങനെ മുകളും താഴത്തോട്ട് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല, താഴത്തുനിന്ന് മേലോട്ട്, അങ്ങനെ മനസ്സിലായില്ലേ? അതുപോലെ ഒരു ഇത് വേണം. ഇത് നല്ലൊരു ബ്രൈറ്റൻ ആക്കും നമ്മുടെ സ്കിന്ന്. പിന്നെ ഒരു അൺഈവൻ സ്കിൻ ടോണൊക്കെ ഒന്ന് മാറ്റും. നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ഉള്ളിൽ. അപ്പോൾ കണ്ടില്ലേ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വളരെ സിമ്പിളല്ലേ? മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കിട്ടാവുന്ന സാധനമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഡെയിലി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് എന്തായാലും അത് നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ടാബ്ലറ്റ് ആണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ടേഷനോട് കൂടി മാത്രം അത് കഴിച്ചാൽ മതി. പിന്നെന്താ പറയാനുള്ളത്? അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊരു സീറമാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടും. ക്രീം പോലെ യൂസ് ചെയ്യാം. പക്ഷേ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കണം, അത് മറക്കരുത് എന്തായാലും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. കമൻറ്റ് എന്തായാലും അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെൽ കാണും, ആ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിൽ 3 ഓപ്ഷൻസ് കാണും. അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കയ്യിൽ കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.